നമസ്കാരം എല്ലാവർക്കും. എജു വേൾഡ് വിത്ത് എഐയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗിന്റെ പാർട്ട് 1, അതായത് യൂണിറ്റ് 1ഉം 2ഉമാണ്. ബിസിനസ്സുകൾ അവരുടെ സാമ്പത്തിക വിവരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായി നോക്കാം. ഇന്നത്തെ നമ്മുടെ അജണ്ട ഇതാണ്: 1. വെൽക്കം ടു കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്. 2. ബേസിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. 3. GAAP ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. 4. ഓണർഷിപ്പ്, ടൈപ്സ് ഓഫ് ഷെയർസ്. 5. ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ മെത്തേഡ്സ്. പിന്നെ അവസാനം 6. ഡിബെഞ്ചേഴ്സ് ആൻഡ് ഫൈനൽ റിവ്യൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. സെക്ഷൻ 1. വെൽക്കം ടു കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് മീനിംഗ്. എന്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്? ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ സാമ്പത്തിക വിവരങ്ങൾ കൃത്യമായ നിയമങ്ങൾക്കും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾക്കും അനുസരിച്ച് രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. കമ്പനിയുടെ ലാഭം, നഷ്ടം, അസറ്റ്സ്, ലാബിലിറ്റീസ് എന്നിവയെല്ലാം ഇതിൽ വ്യക്തമായി കാണിക്കും. മാനേജ്മെന്റിനും പുറത്തുള്ള നിക്ഷേപകർക്കും കമ്പനിയുടെ യഥാർത്ഥ ഫിനാൻഷ്യൽ ഹെൽത്ത് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. സെഷൻ 2. ബേസിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, നേച്ചർ ആൻഡ് പേർപ്പസ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് പ്രധാനമായും 3 സ്വഭാവങ്ങളാണുള്ളത്. ഒന്നാമതായി, ഇത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു കർശനമായ ലീഗൽ റിക്വയർമെന്റാണ്. രണ്ടാമതായി, ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റമാണ്. അതായത്, കൃത്യമായ റൂൾസ് ഉള്ളതുകൊണ്ട് 2 വ്യത്യസ്ത കമ്പനികളെ തമ്മിൽ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി, ഇതിന്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1. പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കണ്ടെത്തുക. 2. ഫിനാൻഷ്യൽ പൊസിഷൻ. നിലവിൽ കമ്പനിക്ക് എത്ര ആസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുക. 3. ഡിസിഷൻ മേക്കിംഗ്. കമ്പനിയുടെ ഭാവി പ്ലാനിങ്ങിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മാനേജ്മെന്റിനെ സഹായിക്കുന്നത് ഇതാണ്. സെക്ഷൻ 3. GAAP ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ദ റൂൾ ബുക്ക്. എല്ലാ കമ്പനികളുടെയും കണക്കുകൾ ഒരുപോലെയായിരിക്കാൻ കുറച്ച് നിയമങ്ങൾ കൂടിയേ തീരൂ. ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ AS എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, AS 1 പറയുന്നത് അക്കൗണ്ടിംഗ് പോളിസിയെക്കുറിച്ചാണ്. AS 2 ഇൻവെന്ററി വാല്യുവേഷൻ ഡീൽ ചെയ്യുന്നു. കൂടാതെ AS 10 ഫിക്സ്ഡ് അസറ്റ് എങ്ങനെ രേഖപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട GAAP പ്രിൻസിപ്പിൾസ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എല്ലാ വർഷവും അക്കൗണ്ടിങ്ങിൽ ഒരേ രീതി തന്നെ ഫോളോ ചെയ്യുക. പ്രൂഡൻസ് എന്നാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ട് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അക്രൂവൽ എന്ന് പറഞ്ഞാൽ വരുമാനം അർഹതപ്പെടുമ്പോൾ തന്നെ അത് രേഖപ്പെടുത്തുക, പണം കയ്യിൽ കിട്ടാൻ കാത്തിരിക്കേണ്ട. ഗോയിങ് കൺസേൺ എന്നത് ബിസിനസ് ഒരിക്കലും നിന്നുപോകില്ല, അത് മുന്നോട്ട് തുടരുമെന്നൊരു വിശ്വാസമാണ്. ഈ പ്രിൻസിപ്പിൾസ് പോലെ തന്നെ പ്രധാനമാണ് ഷെഡ്യൂൾ 3. ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ബാലൻസ് ഷീറ്റ് പോലെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കേണ്ടത് ഈയൊരു മാൻഡേറ്ററി ഫോർമാറ്റിൽ മാത്രമാണ്. ഇതിലൂടെ എല്ലാവർക്കും ഒരേ സ്ട്രക്ചർ ഉറപ്പാക്കാൻ സാധിക്കും. സെക്ഷൻ 4. ഓണർഷിപ്പ്, ടൈപ്സ് ഓഫ് ഷെയർസ്. യൂണിറ്റ് 2. റേസിംഗ് ക്യാപിറ്റൽ. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. എന്നാണ് ഷെയർസ്? കമ്പനിക്ക് ധാരാളം പണം ആവശ്യമായി വരുമ്പോൾ അവർ ആ വലിയ തുകയെ ചെറിയ യൂണിറ്റുകളായി തിരിക്കും. ഈ ചെറിയ യൂണിറ്റുകളെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ നിങ്ങൾ ആ ബിസിനസ്സിന്റെ ഒരു പാർട്ട് ഓണറായി മാറുകയാണ്. പ്രധാനമായും 2 തരം ഷെയറുകളാണുള്ളത്: എക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. എക്വിറ്റി ഷെയർസ് ഉള്ളവരാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ലാഭത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് ഉള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലെങ്കിലും അവർക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് ഉറപ്പായും ലഭിക്കും. മാത്രമല്ല, കമ്പനി പൂട്ടുന്ന സാഹചര്യത്തിൽ പണം തിരികെ ലഭിക്കാൻ ഇവർക്കാണ് മുൻഗണന. സെക്ഷൻ 5. ഇഷ്യൂ ആൻഡ് ഫോർഫിച്ചർ മെത്തേഡ്സ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓണർഷിപ്പ്. ഷെയറുകൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നൽകുന്നത്? ഇതിന് 3 വഴികളുണ്ട്. 1. പബ്ലിക് ഇഷ്യൂ, അതായത് പൊതുജനങ്ങൾക്കെല്ലാവർക്കും ഷെയറുകൾ വാങ്ങാൻ അവസരം നൽകുന്നു. 2. റൈറ്റ്സ് ഇഷ്യൂ, കമ്പനിയുടെ നിലവിലെ ഷെയർ ഹോൾഡർമാർക്ക് ആദ്യം ഷെയറുകൾ ഓഫർ ചെയ്യുന്നു. 3. ബോണസ് ഇഷ്യൂ, കമ്പനിയുടെ ലാഭത്തിൽ നിന്നും നിലവിലെ ഷെയർ ഹോൾഡർമാർക്ക് യാതൊരു പണവും ഈടാക്കാതെ ഫ്രീ ആയി നൽകുന്ന ഷെയറുകൾ. എന്നാൽ ഒരാൾ ഷെയറുകൾ വാങ്ങിയിട്ട് അതിന്റെ പണം കൃത്യമായി അടച്ചില്ലെങ്കിലോ? കമ്പനി വെറുതെ നോക്കിയിരിക്കില്ല. അവരാ ഷെയറുകൾ ലീഗലായി ക്യാൻസൽ ചെയ്യും. ഇതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. അതുവരെ അടച്ച പണം കമ്പനി തിരിച്ചു കൊടുക്കില്ല, ഷെയറുകളുടെ ഉടമസ്ഥാവകാശവും നഷ്ടപ്പെടും. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു കമ്പനിക്ക് പണം അത്യാവശ്യമായി വേണം, എന്നാൽ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്യാൻ അവർക്ക് താൽപ്പര്യവുമില്ല. എങ്കിൽ അവർ പിന്നെ എന്തു ചെയ്യും? സെക്ഷൻ 6. ഡിബെഞ്ചേഴ്സ് ആൻഡ് ഫൈനൽ റിവ്യൂ, ലോൺ ക്യാപിറ്റൽ. അതിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ഡിബെഞ്ചേഴ്സ്. ഷെയറുകൾ നൽകുന്നതിനു പകരം കമ്പനി പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ടെടുക്കുന്ന ഒരു ലോണാണിത്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയുടെ കടക്കാരാണ്, അഥവാ ക്രെഡിറ്റേഴ്സാണ്, അല്ലാതെ ഒരിക്കലും ഉടമകളല്ല. അവർക്ക് കൃത്യമായ പലിശ ലഭിക്കും, പക്ഷേ കമ്പനിയുടെ ലാഭത്തിൽ അവർക്ക് ഒരു പങ്കും ഉണ്ടായിരിക്കില്ല. ഡിബഞ്ചറുകൾ പലതരത്തിലുണ്ട്. കമ്പനിയുടെ ആസ്തികൾ പണയപ്പെടുത്തി നൽകുന്ന സെക്യൂർഡ് ഡിബഞ്ചറുകൾ, പണയമില്ലാത്ത അൺസെക്യൂർഡ്, ഭാവിയിൽ ഷെയറുകളാക്കി മാറ്റാൻ കഴിയുന്ന കൺവേർട്ടബിൾ, അതിന് സാധിക്കാത്ത നോൺ കൺവേർട്ടബിൾ എന്നിങ്ങനെ. റിഡംഷൻ എന്ന് വെച്ചാൽ കമ്പനി ഈ ഡിബഞ്ചർ തുക തിരികെ നൽകുന്നതിനെയാണ്. ഇത് കാലാവധി തീരുമ്പോൾ ഒറ്റത്തവണയായോ അല്ലെങ്കിൽ കുറേശ്ശെ തവണകളായോ തിരികെ നൽകാം. അങ്ങനെ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ 1-2 യൂണിറ്റുകളുടെ പ്രധാന ഭാഗങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എക്സാം വളരെ എളുപ്പമായിരിക്കും. ഈ എക്സ്പ്ലെയിനർ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് എജു വേൾഡ് വിത്ത് AI. കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.